ചേട്ടാ 2 ഇളനീര്. ആ ശരി, അങ്ങോട്ടേക്കാ. ഇനി പ്രോഗ്രാം എന്തൊക്കെയാ? ആ താൻ പറഞ്ഞ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. കണ്ണേട്ടനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. എന്റെ കാര്യം അങ്ങനെ തന്നെ. കുഞ്ഞ് ജനിച്ച ശേഷം നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അന്ന് മൂന്നാറിൽ പോയതുപോലെ. ഇനിയിപ്പോ പിന്നാലെ വരാൻ അവനില്ലല്ലോ, മേഘൻ. മേഘനില്ലെങ്കിലും ഉണ്ണി രണ്ടും കൽപ്പിച്ചാ നടക്കുന്നേ. അവന് ജോലി ഇല്ലാത്തതാ പ്രശ്നം. അവൻ ജോലി ഇല്ലാതെ കുറച്ചുനാൾ ജീവിക്കട്ടെ. ഞാനായതുകൊണ്ടാ മാസം അവന്റെ ശമ്പളം കട്ട് ചെയ്യാത്തെ. പൈസ ഇല്ലാതെ വന്നാ അവന്റെ ബാങ്ക് ബാലൻസ് കൈവച്ചാനെ. അങ്ങനെയെങ്കിലും അവന്റെ പിശുക്ക് മാറണം മഹി. സാറേ. ആ പിന്നെ ശമ്പളം കൂടി ഇല്ലാതായ അവൻ മറ്റൊരാളായി മാറും. അതുകൊണ്ടാ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. കുടിക്ക്. എപ്പോഴും പറയുന്ന കാര്യ, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതങ്ങ് ഓർത്തു പോവാ. എന്താ? അല്ല, ഉണ്ണിയും ഉണ്ണിയുടെ അമ്മയും കരുണയൊക്കെ നന്നായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എത്ര സന്തോഷത്തോടെ നമുക്ക് ജീവിക്കായിരുന്നു. എല്ലാ ജീവിതത്തിലും ഇതൊക്കെ ബാധകമാണ് മഹി. നാട് ഭരിക്കാൻ തെരഞ്ഞെടുത്തുവിടുന്ന ആൾക്കാരൊക്കെ ജനത്തെ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ നാട് നന്നാവത്തില്ലായിരുന്നു. നാളെ മരിക്കുന്ന ബോധമില്ലാതെയാ ഇന്ന് വളഞ്ഞ വഴിയിലൂടെ ഓരോരുത്തരും ഓരോന്ന് സമ്പാദിച്ചു കൂട്ടുന്നത്. അത് ലോകമുള്ള കാലത്തോളം തുടരും. ദൈവത്തിന് നീതി നടപ്പാക്കാൻ മനുഷ്യൻ തെറ്റ് ചെയ്തേ പറ്റൂ. എടാ മോനെ, നമുക്ക് നമ്മുടെ പണി ചെയ്യാനുള്ള സമയടാ. അതിന്റെ ഭാഗമായിട്ടെ നിന്റെ ഈ നമ്പർ പ്ലേറ്റ് ഞാനങ്ങ് മാറ്റാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷമാ നമ്മളൊരു പണി ചെയ്യാൻ പോന്നെ. ഒന്നും മറന്നു പോകല്ലേ മോനെ. നീ എല്ലാം കൃത്യമായിട്ട് ചെയ്യണേ. നിനക്കറിയാം ആരെ തേടിയാ നമ്മൾ പോകുന്നെന്ന്. ഒരിക്കൽ കമലേശ്വരത്തെ വിശ്വനാഥനെ നമ്മൾ തട്ടിക്കളഞ്ഞില്ലേ? അന്ന് തൊട്ട് വീൽചെയറിലായി പോയ അവന്റെ മോനും ഈ സംഭവത്തിനൊക്കെ സാക്ഷിയായ ഒരുത്തിയുണ്ടല്ലോ, എന്നെ അച്ഛാന്ന് വിളിക്കുന്ന ഒരുത്തി. അവളെ വളർന്നങ്ങ് വലുതായി എനിക്കും എന്റെ മോക്കൊക്കെ വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ അന്ന് അച്ഛൻ പോയപ്പോ മോനും കൂടെ പോവാത്തതിന്റെ കുഴപ്പമാ. അതുകൊണ്ട് ഇനി വിശ്വനാഥന്റെ മോനെയും അവന്റെ കെട്ടിയോളായിട്ട് അവതരിച്ച ആ ലക്ഷ്മിയെയും നമുക്കങ്ങ് പറഞ്ഞു വിടാടാ. എന്റെ കൂടെ ഉണ്ടാവണടാ.